ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹി ഹോസ്പിറ്റലിൽ ICUവിലാണെന്ന് തോമസ് വൈദ്യനിൽ നിന്നും അറിയുന്ന കണ്ണൻ തകർന്നു പോകുന്നു. തുടർന്ന് മഹിക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒറ്റപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിലെത്തുന്ന കണ്ണൻ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട്. ഞാനെല്ലാം അറിയുന്നുണ്ടെന്നും ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് നല്ലതിനല്ല എന്നും വേഗം ആശുപത്രിയിലേക്ക് ചെല്ലാനും അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്നും അമ്മ പറയുന്നുണ്ട് കണ്ണനോട്. ഇതേ സമയം കണ്ണൻ മഹിയെ കാണാൻ എത്തുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് തോമസ് വൈദ്യനും അനന്തുവിനും ലേഖയ്ക്കുമൊക്കെ. അങ്ങനെ കണ്ണൻ വരുമ്പോൾ മഹിയോട് ഈ ഒരു സമയത്ത് അവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയതിന് അനന്തവും ലേഖയും തോമസ് സാറുമൊക്കെ കണ്ണനെ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങൾ പോലും സത്യം അറിഞ്ഞത് ഈ അടുത്താണെന്നും എല്ലാം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് മഹി ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞത്. പക്ഷേ നിന്നോടെല്ലാം പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് പോലും ഉണ്ടായില്ല എന്ന് അനന്ത് പറയുന്നു. പിന്നീട് തോമസ് വൈദ്യൻ കണ്ണനെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി എലിസബത്ത് മഹിക്ക് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നൽകുന്നതെന്നും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയാണ് തൻ്റെ പ്രസൻസ്. അത് കൊടുക്കാൻ ഒരു ഡോക്ടർക്കോ മരുന്നിനോ കഴിയില്ല എന്നും പറയുന്നു. അങ്ങനെ മഹിയുടെ അടുത്തെത്തുന്നുണ്ട് കണ്ണൻ. കണ്ണനെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് മഹി. കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് കണ്ണേട്ടനോട് പറയാനുണ്ടെന്നും തുടർന്ന് അന്ന് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം സിദ്ധിയായിട്ടുള്ള അമ്മ കണ്ണേട്ടന് സമ്മാനിച്ച ആ അയ്യപ്പ വിഗ്രഹമാണ് ഞാൻ പൂജിച്ച് ആരാധിക്കുന്നതെന്നും തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം മഹി കണ്ണനെ അറിയിക്കുന്നു. എല്ലാം ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് കണ്ണന് തോന്നുന്നത്. അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം കണ്ണേട്ടന് വേണ്ടി തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവൻ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കണ്ണേട്ടനെ എൻ്റെ കൺമുന്നിൽ എത്തിച്ചു. ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് വീൽചെയറിൽ വന്നിറങ്ങിയ കണ്ണേട്ടനെ കണ്ടു എന്നും അതിനുശേഷം അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ നിന്നും ഏങ്ങലടിച്ച് കരഞ്ഞു എന്നുകൂടി മഹി പറയുന്നുണ്ട്. എല്ലാം കേട്ടതിന് ശേഷം ഞാൻ നടന്നതല്ല ഏറ്റവും വലിയ ആശ്വാസം, ആ സംഭവത്തിലൂടെ തന്നെ എനിക്ക് കിട്ടിയതാണ്. തുടർന്ന് വേദനിപ്പിച്ചതിനെല്ലാം കണ്ണൻ മഹിയോട് മാപ്പും ചോദിക്കുന്നുണ്ട്. ഏതായാലും കണ്ണൻ തനിക്ക് മാപ്പ് തന്ന് തന്നെ കാണാനെത്തിയത് മഹിയെ സംബന്ധിച്ച് ഒരു രണ്ടാം ജന്മം പോലെ ആകുന്നുണ്ട്. കൂടപ്പിറപ്പിനെ പോലെ താൻ സ്നേഹിക്കുന്ന അനന്തുവിനോടും ലേഖയോടും ഒക്കെ കണ്ണൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. മഹി പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണൻ അവരോടും പറയുന്നു. അനന്തുവിനും ലേഖയ്ക്കും തോമസ് സാറിനും ഒക്കെ അത് കേട്ട് ശരിക്കും ഒരു അത്ഭുതമാവുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മി ഒരു സാധാരണ പെൺകുട്ടി അല്ലടോ കണ്ണ, നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദൈവിക ചൈതന്യം ആ കുട്ടിയിൽ കുടികൊള്ളുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ കഥകളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി താൻ ഒരിക്കലും മഹാലക്ഷ്മിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഇടവരുത്തരുത്. പിന്നെ അനന്തുവിനെയും ലേഖയെ പോലെയൊക്കെ ഫ്രണ്ട്സിനെ തനിക്ക് കിട്ടിയില്ലേ, അതൊന്നും അധികമാർക്കും കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് എന്നുകൂടി തോമസ് സാർ കൂട്ടിച്ചേർക്കുന്നു. തുടർന്ന് കണ്ണൻ അവരോട് യാത്ര പറഞ്ഞ് കമലേശ്വരത്ത് എത്തുന്നുണ്ട്. കണ്ണനെ കാണുന്നതും നീ കരുണമോളുടെ അച്ഛനെ എങ്ങാനും കണ്ടിരുന്നോ? ഉണ്ണി എത്ര പറഞ്ഞിട്ടും കരുണമോള് പ്രതാപനെ കാണാൻ അവനെ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന് കണ്ണൻ പറയുന്നതും നീ ഇങ്ങനെ ഇത് നിസ്സാരമായിട്ട് തള്ളിക്കറയരുത്. എടാ, അവളുടെ അച്ഛൻ്റെ ദേഹത്ത് കയറിയിരിക്കുന്നത് വിശ്വേട്ടനാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ അങ്ങനെ എൻ്റെ അച്ഛൻ കൃത്യമായിട്ട് അയാളുടെ ശരീരത്തിൽ തന്നെ കയറാനുള്ള കാരണം എന്താണ്? ഇനി അയാളാണോ എൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നെല്ലാം കണ്ണൻ ചൂടായിട്ട് പറയുമ്പോൾ ഇത്തരം സംശയം എനിക്കുണ്ടെന്ന് ഉണ്ണി പറയുമ്പോൾ എങ്കിൽ നീ തന്നെ പെണ്ണിനോട് തന്നെ ചോദിക്കടാ, അവൾക്ക് അറിയാവുന്ന സത്യങ്ങൾ അവൾ പറയട്ടെ എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. പലതവണ ഞാൻ അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചതാണെന്നും അച്ഛനെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ടെന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നതെന്ന് ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും അവൾ നിൻ്റെ ഭാര്യയില്ലേ, അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള മിടുക്ക് നിനക്ക് ഉണ്ടാകണമെന്നും ഉണ്ണിയോട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കണ്ണൻ പൂജാമുറിയിൽ കയറി അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നും തൊഴുതു പ്രാർത്ഥിക്കുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് സിദ്ധിയായിട്ടുള്ള അമ്മ സമ്മാനിച്ച അയ്യപ്പ വിഗ്രഹവും മഹി പൂജിക്കുന്ന ഈ അയ്യപ്പ വിഗ്രഹവും ഒന്നാണെന്നുള്ള സത്യം അറിഞ്ഞതോടെ മഹിയെ തനിക്ക് തന്നതിന് അയ്യപ്പ ഭഗവാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതെല്ലാം ഉണ്ണിയും ദുർഗയും സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കാണുന്നത്. അയാളിങ്ങനെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കാറില്ലായിരുന്നല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റി എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ദുർഗ പൂജാമുറിയുടെ അവിടെ വന്ന് നിന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ദുർഗയാണെങ്കിൽ അവിടെ വീൽചെയറിൽ ഇരിപ്പുണ്ട്. പക്ഷേ കണ്ണനെ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ വീണ്ടും ചില സംശയങ്ങളൊക്കെ ദുർഗയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് കണ്ണനാണെങ്കിൽ ആരുടെയോ കാൽപെരുമാറ്റം മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ വീൽചെയറിൽ ഇരിക്കുന്നു. ദുർഗയ്ക്കാണെങ്കിൽ അന്ന് കണ്ണൻ്റെ ബെഡ്റൂമിലേക്ക് കയറിയ സമയത്തുണ്ടായ കാര്യങ്ങളെല്ലാം വീണ്ടും മനസ്സിലൂടെ കടന്നു പോകുന്നു. തുടർന്ന് തൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളെല്ലാം ദുർഗ ഉണ്ണിയോടും പറയുന്നു. ഇനി അവൻ നടന്നു തുടങ്ങിയിട്ടുണ്ടാവോ എന്നുള്ള സംശയങ്ങളെല്ലാം അവരുടെ മനസ്സിൽ ഇതേ സമയം ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ ഉണ്ണിയും ദുർഗയും കൂടിയിട്ട് കരുണയെ കൊണ്ട്
മറച്ചുവെച്ച സത്യങ്ങൾ മുഴുവൻ എങ്ങനെയെങ്കിലും പറയിപ്പിക്കണം എന്ന് തന്നെ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്